ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുമ്പോൾ സാത്താൻ 3 പ്രലോഭനങ്ങളുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. ആദ്യത്തെ പ്രലോഭനം നമ്മൾ കാണുന്നു. സാത്താൻ പറയുകയാണ്, ഈ കല്ലുകളെ അപ്പമാക്കുക. കല്ലുകളെ അപ്പമാക്കുക യേശുവിന് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ യേശു കല്ലുകളെ അപ്പമാക്കിയില്ല. കാരണം യേശു കടന്നു വന്നത് കല്ലുകളെ അപ്പമാക്കുവാൻ വേണ്ടിയല്ല, തൻ്റെ സ്വന്തം ശരീരത്തെ അപ്പമാക്കി മനുഷ്യ മക്കൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് കടന്നു വന്നത്. തൻ്റെ ശരീരത്തെ അപ്പമാക്കി ജീവൻ സമൃദ്ധമായി നൽകുവാൻ അവിടുന്ന് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും കടന്നു വരികയാണ്. വിശുദ്ധ കുർബാനയിലെ സ്ഥാപനവാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണ്. അവിടുന്ന് പറയുന്നു, ഇതാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്പമെടുത്ത് അവിടുന്ന് പറയുകയാണ്. പാനപാത്രമെടുത്ത് അവിടുന്ന് അരുൾ ചെയ്യുന്നു, ഇതാ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. ഇതാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരവും രക്തവും നൽകുന്നത്. ഐ ആം ഫോർ യു എന്ന ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ജീവന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുവാൻ വേണ്ടിയാണ് ഞാൻ ബലിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ സംബന്ധിച്ച് പോകുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ, ഞാനിതാ എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഇടഭാഗങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. എൻ്റെ ജീവിതം ഒരു ബലിയായി അനേകർക്കായിട്ട് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഈശോയുടെ ആ ചൈതന്യം, ബലിയുടെ ചൈതന്യം ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം അതിനായിട്ട് സമൃദ്ധമായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.